ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു 5 മിനിറ്റ് സ്കിൻ കെയർ റുട്ടീനുമായിട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്കിൻ കെയർ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രൊഡക്ട്സ് ആവും, ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് ആവും. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഈ 5 പ്രൊഡക്ട്സ് ആണ്. ഇതാണ് എൻ്റെ ഗോ ടു പ്രൊഡക്ട്സ്. ഞാനിന്ന് സ്ക്രബ് ചെയ്യുന്ന ഡേ ആയത് കാരണം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. കയ്യിലെ എല്ലാ ഡേർട്ടും പോയതിന് ശേഷം മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിറച്ചും ഉള്ള ഡേർട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ സി ഗാർണിയറിൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്ന പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ, പിന്നെ അതുപോലെ ഡേർട്ട് ഡീപ്ലി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ത്രൂ നമുക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഗാർണിയറിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും കൂടെ ഇതിന് കിട്ടും. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഗോ ടു പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. പിന്നെ എനിക്ക് ഡിസ്ക്ലെയിമറായിട്ട് പറയാനുള്ളത്, ഏതേത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഫേസിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഏത് പ്രൊഡക്ട്സും യൂസ് ചെയ്യുക. ഏതൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിയാലും നിങ്ങളത് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പാച്ച് ടെസ്റ്റ് മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രബിംഗ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്ലാം വേദയുടെ റൈസ് വാട്ടർ സ്ക്രബാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. സ്ക്രബിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. എല്ലാ വീക്കിലും സ്ക്രബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഫേസിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. സ്ക്രബ് നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ, ഹെൽത്തി സ്കിൻ പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്കിൻ സ്മൂത്തൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് നമ്മൾ എല്ലാ വീക്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്രത്യേകം ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരു സ്ക്രബ് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഒറിജിനൽ കോഫി പൗഡർ പ്ലസ് അലോവേര ജെൽ, കോഫി പൗഡർ പ്ലസ് ഹണി, ഇത് രണ്ടും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനത് വേറൊരു വീഡിയോയിൽ പിന്നെ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഫേസിൽ ഞാൻ ചെയ്ത് കാണിക്കും. കാരണം എനിക്ക് എൻ്റെ നോർമൽ സ്കിൻ ആയത് കാരണം ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ അതിന് വരെ ചെയ്യാം. എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ജെൻറ്റിലായിട്ട് വേണം എപ്പോഴും നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ. കാരണം നിങ്ങൾ കണ്ണിന് ചുറ്റും ചുണ്ടിന് ചുറ്റുമൊക്കെയുള്ള ഭയങ്കര സെൻസിറ്റീവ് ഏരിയാസാണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മേലെ ഒരു തരിതരിപ്പുള്ളത് കൊണ്ട് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് വേണം ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്താലും അത് നന്നായിട്ട് പോകും. ഇപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ ഹോട്ട് വാട്ടറിൽ ആവി പിടിച്ചതിന് ശേഷം ചെയ്താൽ ഒരുപാട് കൂടുതൽ പെട്ടെന്ന് അത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. പിന്നെ അതുപോലെ തന്നെ ഒന്നുമില്ല, നോർമലായിട്ടുള്ള സ്കിൻ നോർമലായിട്ട് പെട്ടെന്ന് പോകുമെന്നുള്ളവരുടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ജസ്റ്റ് വാഷ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ സ്ക്രബ് ചെയ്യുക, ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ സ്ക്രബിങ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാത്തൊരു പാർട്ടാണ് കേട്ടോ. കണ്ടോ, ഒരുപാട് നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിനോട്ട് എന്തായാലും കൊണ്ടുവരുന്നൊരു സംഭവമാണ് സ്ക്രബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ അതിനോട് തന്നെ ഉണ്ടാവും. ഇനി വീക്കിലി വൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തായാലും ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറം അപ്ലൈ ചെയ്യാൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡെർമോക്കോയുടെ കോജിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സെറമാണ്. ഇത് അടിപൊളി, ഭയങ്കര റിവ്യൂസ് ഉള്ള പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിഗ്മെൻറ്റേഷൻസ് ഒരുപാട് എൻ്റെ ഫേസിലുണ്ടായിരുന്നു, ചുണ്ടിന് മൂക്കിന് താഴെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇത് സിറം നമ്മുടെ ഫേസിൻ്റെ പോസ് എല്ലാം മിനിമൈസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി സ്കിൻ പ്രൊവൈഡ് ചെയ്യും, ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ പിഗ്മെൻറ്റേഷൻസ് അതുപോലെ തന്നെ ആക്നെ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് സിറം. അപ്പോൾ സിറം നിങ്ങളിപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞിപ്പം രാവിലെ ഇവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, വൈകുന്നേരം കിടക്കാൻ നേരത്ത് അപ്ലൈ ചെയ്യാം. എപ്പോഴും സ്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സിറം എന്ന് പറയുന്നത്. അപ്പം സിറം എന്തായാലും അപ്ലൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണെങ്കിലും ഒരു മോയ്സ്ചറൈസേഷനോ അല്ലെങ്കിൽ സിറമോ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടാവും. ഫൈനലായിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇത് 5 മിനിറ്റ്സിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന സ്കിൻ കെയർ റൂട്ടീനാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് ജസ്ന സൈനിങ് ഓഫ്. ഡു സപ്പോർട്ട് മീ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.